ഡി.കെ. ശിവകുമാർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളം. ഏതായാലും കള്ളം പൊളിഞ്ഞു. കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി.കെ. ശിവകുമാറിന്റെ മൃഗബലി ആരോപണം തള്ളിയിരിക്കുകയാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്ര ദേവസ്വം. രാജരാജേശ്വരി ക്ഷേത്രം മൃഗബലി പൂജയ്ക്കുള്ളതല്ലെന്നും ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡ് അംഗം ടി മാധവൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ മൃഗപൂജയില്ല, ക്ഷേത്ര പരിസരത്തും അത്തരം പൂജകൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേവസ്വം മന്ത്രിയും ആരോപണം തള്ളി രംഗത്തു വന്നിരുന്നു. അത്തരമൊരു സംഭവം നടക്കാൻ സാധ്യത ഇല്ലാത്തതാണെന്നാണ് മന്ത്രി രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. കേരളത്തിൽ ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യമാണിത്. ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ ഭ്രാന്താണെന്നായിരുന്നു തളിപ്പറമ്പ് എം.എൽ.എയും CPM സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദന്റെ പ്രതികരണം. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം എന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രമാണ്. അവിടെ പഴയ ക്ഷേത്രത്തിലുള്ളതുപോലെ ബലിയും ശത്രുസംഹാര പൂജയുമില്ല. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതെന്നാണ് ഗോവിന്ദൻ വിമർശിച്ചത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ കേരളത്തിലെ ക്ഷേത്രത്തിൽ ദുർമന്ത്രവാദം നടത്തിയെന്നായിരുന്നു ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം. രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് അഘോരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യാഗം നടത്തിയത്. കോൺഗ്രസ് സർക്കാരിനെ മറിച്ചിടാൻ ലക്ഷ്യം വെച്ച് എനിക്കും സിദ്ധരാമയ്യക്കുമെതിരെയാണ് യാഗം നടത്തിയത്. യാഗത്തിന്റെ പ്രധാന ലക്ഷ്യം ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. ഈ ആചാരത്തെ രാജകണ്ടക മരണമോഹന സ്തംഭന യാഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുത്തവരാണ് തന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നായിരുന്നു മാധ്യമങ്ങളോട് ഡി.കെ. ശിവകുമാർ പ്രതികരിച്ചത്. യാഗത്തിന്റെ ഭാഗമായി 21 ആടുകൾ, 5 പോത്തുകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവയെ ബലി നൽകി. ആരാണിത് ചെയ്യിച്ചത് എന്ന് തനിക്ക് നന്നായിട്ടറിയാം. അവർ ഇനിയും അവരുടെ ശ്രമങ്ങൾ തുടരട്ടെ. ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. അത് അവരുടെ വിശ്വാസമാണ്. ഞാനത് അവർക്ക് വിട്ടുകൊടുക്കുന്നു. അവർ ആഗ്രഹിക്കുന്നതെന്തും അവർ ശ്രമിക്കട്ടെ. ഇത്തരം ശ്രമങ്ങളിൽ നിന്നെല്ലാം ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്നെ രക്ഷിക്കുമെന്നായിരുന്നു ഡി.കെ. കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ആരാണ് പിന്നിലെന്ന് വെളിപ്പെടുത്താൻ ശിവകുമാർ തയ്യാറായിരുന്നില്ല. പേര് വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അത് മാധ്യമങ്ങൾ കണ്ടുപിടിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കർണാടകയിൽ നിന്നുള്ള BJP നേതാക്കൾ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ സന്ദർശനത്തിന് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ BJP നേതാക്കൾക്കെതിരെയാണോ ഡി.കെയുടെ ആരോപണം നീളുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. അതേസമയം ഡി.കെ. ശിവകുമാറിന്റെ ആരോപണത്തിനു പിന്നാലെ ഇത് സംബന്ധിച്ച വിവരശേഖരണത്തിനായി കർണാടകയിൽ നിന്നുള്ള ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കണ്ണൂരിലെത്തിയിരുന്നു. 5 അംഗ സംഘമാണ് അന്വേഷണത്തിനായി എത്തിയത്. ഇവർ പയ്യന്നൂരും തളിപ്പറമ്പും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയിരുന്നത്. ഏതായാലും അന്വേഷണത്തിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഡി.കെ. ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടേയില്ല എന്നതാണ് ശ്രദ്ധേയം.